ഈ ഒരു സിനിമയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു മൂവിയിലെ രണ്ടുപേരുടെ പെർഫോമൻസ്. ഒന്ന് വടിവേലും മറ്റൊന്ന് ഫഫയാണ്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലും എസ്പെഷ്യലി ചില ഏരിയാസിൽ ഫഫേനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട വടിവേലിനാണ്. പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ആ ഒരു ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരനൊന്ന് ഇമോഷണൽ ആവുന്ന അല്ലെങ്കിൽ പുള്ളിക്കാരനൊന്ന് കരയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. പുളി എന്നൊക്കെ പറഞ്ഞാൽ പുളിയായിരുന്നു. ഈ ഒരു എൻ്റയർ മൂവിയിൽ ഫതിനേക്കാളും ഒന്ന് സ്കോർ ചെയ്തത് വടിവേല് തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ അത്ര കിടിലുമായിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഫഫയും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ഏരിയാസിൽ ഫഫേനേക്കാളും കൂടുതൽ അടിപൊളിയായിട്ട് വടിവേല് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയിലെ നായകനും വടിവേല് തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ആൻഡ് നമുക്കിനി സിനിമയിലോട്ട് വരാം. ഈ ഒരു മൂവിയുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ട്രെയിലർ കണ്ടിട്ട് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു റോഡ് ട്രിപ്പാണ്. വടിവേലിനെ ഫഹദ് മീറ്റ് ചെയ്യുന്നു, പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ട്രിപ്പ് പോകുന്നു. ആ ഒരു ജേണിയാണ് സിനിമ സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. കാരണം തമിഴിൽ നിന്ന് ഈ റീസെന്റ് വന്ന മിക്ക ഫീൽ ഗുഡ്സും അടിപൊളിയായിരുന്നു. സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ സിനിമ കാണുന്നത്. പക്ഷേ ആ സിനിമ സ്റ്റാർട്ടിംഗ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ മൂഡിലൊക്കെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് സിനിമ ഒരു ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറ്റുന്നുണ്ട്. ഒരു ചെറിയൊരു ത്രില്ലർ മോഡിൽ അങ്ങ് കയറി പോകുന്നുണ്ട്. പിന്നീട് അവിടെ തൊട്ട് ഒരു സിനിമയുടെ എൻഡ് വരെ അതുവരെ നമ്മൾ കണ്ട ഒരു സിനിമയോ ക്യാരക്ടേഴ്സോ ഒന്നുമല്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും പിന്നീട് ആ ഒരു എൻ്റയർ ജേർണിനെ ചേഞ്ച് ആയിട്ട് ഒരു ത്രില്ലർ മോഡിലാണ് സിനിമ കൊണ്ടുവരിക്കുന്നത്. എനിക്ക് അതൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓവറോൾ മൂവി നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് തന്നത്. പക്ഷേ ചെറുതായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടത് വേറൊന്നുമല്ല. ഒരു ലാഗ് ചില ഏരിയാസിൽ എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ എങ്ങോട്ടാണ് പോകുന്നത്, ക്യാരക്ടേഴ്സ് എങ്ങോട്ടാണ് പോകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ പിന്നീട് അതിങ്ങനെ റിപ്പീറ്റിൽ വരുന്ന പോലെ തോന്നി. ആൻഡ് ഒരു ഏരിയ കഴിയുമ്പോൾ കുറച്ച് പോർഷൻസ് ഒക്കെ ചെറുതായിട്ട് ഒന്ന് പ്രൊഡിക്റ്റബിൾ ആവുന്നുണ്ട്. ആ ഒരു പ്രൊഡിക്റ്റബിൾ ആവുന്ന സീക്വൻസ് കുറച്ച് സ്ലോ ആവുന്ന പോലെയും അല്ലെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലായി എന്നാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. പക്ഷെ അത് കുറച്ചായിട്ട് ഇന്ന് വലിച്ചു നീട്ടിയതുപോലെ ഫീൽ ചെയ്തു. ആൻഡ് ലോജിക്കിന്റെ ഒരു കാര്യം വരുമ്പോൾ ലോജിക്ക് നോക്കാൻ പാടില്ല എന്ന് ഞാൻ എല്ലാ സിനിമയിലും പറയുന്നില്ല. അങ്ങനെ നോക്കാൻ പാടില്ലാത്ത മൂവീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു മൂവിയിൽ നമ്മൾ ഓഫ് കോഴ്സ് ലോജിക്ക് നോക്കും. പക്ഷെ ലോജിക്കലി നോക്കുമ്പോൾ ചില കാര്യങ്ങളൊന്നും കണക്ട് ആവുന്നില്ല. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ സിനിമ അടിപൊളിയാണ്. അതിന്റെ പ്രസന്റേഷനും സ്റ്റോറി ടെല്ലിങ്ങും ക്യാരക്ടേഴ്സും ഒക്കെ നൈസ് ആണ്. ഈ ഒരു മൂവിയുടെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ പില്ലേഴ്സ് എന്ന് പറയുന്ന വടിവേലും ഫഫയാണ്. ബാക്കി ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ബാക്കി ഒരുപാട് ഒരു അടിപൊളിയായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇല്ലാന്ന് പറയുന്നില്ല, എല്ലാവരുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. പക്ഷെ ഇവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ്, ഇവരുടെ ഡയലോഗ് ഡെലിവറിയും ഇവരുടെ കണ്ണും അല്ലെങ്കിൽ ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഹൈലൈറ്റഡ് ആണ്. കാരണം അത്ര കിടിലോട്ടാണ് ഈ രണ്ടുപേരും പെർഫോം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത്ര കിടിലോട്ടാണ് ഈ രണ്ടുപേരും സിനിമ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമ ചെറിയ പ്രൊഡിക്റ്റബിൾ ഒക്കെ ആവുന്നുണ്ട്. ചെറിയ സ്പൂൺ ഫീഡ് ആയിട്ടൊക്കെ നമുക്ക് പല ഏരിയാസിൽ തോന്നുമെങ്കിലും സിനിമ ഒരു ഏരിയയിലെ പോലും എനിക്ക് വർക്കായില്ല എന്നോ അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയെന്നൊന്നും തോന്നിയില്ല. ചില ഏരിയാസിൽ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. അല്ലാതെ ഓവറോൾ അടിപൊളിയായിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ മാരിസൺ എന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് ഈ രാമായണത്തിലെ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി രാവണനെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. പുള്ളിക്കാരൻ രൂപം മാറാൻ പറ്റും. ആ ഒരു പേര് എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ യൂസ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണോ മനസ്സിലാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഈ ഒരു മൂവിയിലുണ്ട്. അതാണ് ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. അത് അടിപൊളിയായിട്ടാണ് സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ തോന്നി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെ പെർഫോമൻസ് തന്നെയാണ്. ബാക്കിയെല്ലാം സെക്കൻഡേ വരത്തുള്ളൂ. വടിവേലിന്റെ ഫഫയുടെ പെർഫോമൻസ് ശേഷമുള്ള ഈ സിനിമയിൽ എന്തും, അതിപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും ഇതിന്റെ പ്രസന്റേഷൻ ആയാലും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയാലും എന്തും ഏതൊരു എലമെന്റ് ഈ സിനിമയിൽ എടുത്ത് പറഞ്ഞാലും ഇവരുടെ ഒരു പെർഫോമൻസിന് ശേഷം അത് വരത്തുള്ളൂ. കാരണം ഇത്ര കിടിലോട്ടാണ് ഇവർ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ മൂവി എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി മൂവിയാണ്. ചെറിയ ലാഗ് ഫീൽ ചെയ്യും. കാരണം മൂവിയുടെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്. ഒരു 2-2.5 മണിക്കൂർ എന്തോ ഉണ്ട്. അതൊന്ന് ഡ്രിം ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ആ ഒരു എൻഗേജിങ് ഫാക്ടർ കൂടിയാണ്. കാരണം ഒരു പോയിന്റ് ഒക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് മൂവി പ്രെഡിക്റ്റബിൾ ആവുന്നുണ്ട്. അവിടെയൊക്കെ കുറച്ച് ഡ്രിം ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ആയിരുന്നെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയനെ. എന്നും പറഞ്ഞ് മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്. കുറച്ച് ഏരിയാസ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. കാരണം ഒരു പോയിന്റ് കഴിയുമ്പോൾ ഭയങ്കര സ്പൂൺ ഫീഡിംഗ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ, ഇത് ഇവിടെ ഈ പ്ലേസ് ചെയ്യണം, ഈ ഒരു സീൻ ഇവിടെ വേണം, ഈ ഒരു ക്യാരക്ടേഴ്സ് ഇവിടെ വരണം, ഇങ്ങനെ പറയണം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുന്ന പോലെ തോന്നി. സോ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് എന്നൊരു മൂവിയാണ്. ഒരു റോഡ് ട്രിപ്പ് മൂവി പ്രതീക്ഷിച്ചു. എനിക്ക് ഒരു റോഡ് ട്രിപ്പ് പ്ലസ് ഒരു ത്രില്ലർ മോഡലുള്ള ഒരു മൂവിയാണ് കിട്ടിയത്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. സോ എന്നാലും എല്ലാവരും പോയി കണ്ടുവെക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.